നമസ്കാരം. 2 ആഴ്ചയായിട്ട് നമ്മൾ ഗീതാ പഠന ക്ലാസ് ആരംഭിച്ചു. എല്ലാവരും ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗീത പഠിക്കാൻ പറ്റിയാൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗീത പഠിക്കുന്ന വീട്ടിൽ ശ്രീദേവി വരുന്ന പറയാ. ശ്രീദേവി വരും പറഞ്ഞാൽ നിങ്ങൾ സിനിമ നടി ശ്രീദേവിയെ ഉദ്ദേശിക്കരുത്. കാരണം ശ്രീദേവി പറഞ്ഞ ഐശ്വര്യം, ഭഗവതി ഐശ്വര്യ ലക്ഷ്മി കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഗീത ഉണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എത്ര യോഗീശ്വര കൃഷ്ണ തത്ര ശ്രീ പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായില്ലേ? എവിടെയെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ടോ, എവിടെയെല്ലാം അർജുനൻ ധനുർധരനായ അർജുനനുണ്ടോ, അവിടെയെല്ലാം ശ്രീ, എന്താണ് ശ്രീ? ഐശ്വര്യം വരുന്ന പറയാ. അത്രമാത്രം വിശ്വാസത്തോടു കൂടിയിട്ട് ഭഗവത്ഗീതയെ നിങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇന്നത്തെ നമ്മുടെ 3-ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ഇത് നമ്മൾ ഗീതാ മഹാത്മ്യാണ് പറയുന്നത്. എന്താണ് ഈ ഗീത? എല്ലാവരും ഇത്ര വലിയ ഗീത എന്ന് പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ ഗീതയുടെ മഹാത്മ്യം അറിയാതെ നമ്മൾ ഒരിക്കൽ പോലും ഗീത 1-ാമത്തെ അധ്യായം തുടങ്ങരുത്. അപ്പൊ നമ്മുടെ ഈ 4 എപ്പിസോഡുകൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ 1-ാം അധ്യായമായ അർജുന വിഷാദയോഗം എടുക്കുള്ളൂ. കാരണം നമുക്കിതിന്റെ മഹാത്മ്യം അറിയണം. എന്താണ് ഗീത? നമ്മുടെ സനാതന ധർമ്മത്തിൽ ഈ ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയണം. അപ്പോ നിങ്ങൾക്കറിയാം, നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു അർജുനൻ. മഹാവില്ലാളി വീരനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അർജുനൻ വില്ലാളി വീരനായി പാണ്ഡവ പക്ഷത്തേക്ക് ഇത്രയും ഐശ്വര്യം കടന്നു വരാൻ കാരണം എന്തായിരുന്നു? അവരുടെ ഭാഗത്ത് ആരുണ്ടായിരുന്നു? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. അറിയാലോ അല്ലെ? ഞങ്ങൾക്കൊരു കഥ ഞാൻ പറഞ്ഞിട്ട് ഞാനിത് തുടങ്ങാം. എന്തായാലും ഒരിക്കൽ ഈ ഭഗവാൻ കുറെ ശ്രമിച്ചിരുന്നു. ഈ യുദ്ധം ഇല്ലാതാക്കാൻ അദ്ദേഹം വളരെയധികം ഭഗവാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നമ്മൾ എന്നും പറയും, നമ്മുടെ തലയിൽ വരച്ച വര അത് ആർക്കും തടുക്കാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കുറച്ച് ആൾക്കാർ പറയും, എന്താ ഇപ്പോ കുറെ നാമം ചൊല്ലിയിട്ടൊന്നും നമുക്ക് കാര്യമില്ലല്ലോ എന്ന് നമുക്ക് കേൾക്കാം. നിങ്ങൾ പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ? പക്ഷേ നിങ്ങൾക്ക് എന്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയാൻ പറ്റുന്നത്, നാമജപം മുടക്കാതെ ചൊല്ലുമ്പോൾ നമുക്ക് വരാനുള്ളത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഭഗവാന്മാരായ എല്ലാ ഈശ്വരന്മാർക്കും അവരുടെ കഷ്ടകാലങ്ങൾ അനുഭവിച്ചിരുന്നത് പല പല കഥകളിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് വരാനുള്ളത് നമ്മൾ പറയും, നിസ്സാരമായിട്ട് പറയും, കണ്ണിൽ തട്ടുന്നത് പിരികത്തിൽ തട്ടിപ്പോയി എന്ന് നമുക്ക് ഈ നാമജപം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കിട്ടാവും. ചിലപ്പോൾ നമ്മളൊരു കാലോ തട്ടി വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുകയോ ചെയ്താൽ വളരെ കുഴപ്പം, നമുക്കത് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അപകടമാക്കി മാറ്റാൻ ഭഗവാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതിന് എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഗീതാധ്യാനം എന്താണ്, അതായത് ഗീതാ മഹാത്മ്യം, അതായത് നമ്മൾ ഈ ഗീത ധ്യാനത്തിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഗീതയുടെ മഹാത്മ്യം നമ്മൾ അറിയണം. അപ്പൊ ഗീതാ മഹാത്മ്യം വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗീതാധ്യാനം തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ മഹാഗണപതി പ്രാർത്ഥിച്ച് അഷ്ടാക്ഷരനാമം ചൊല്ലി ശ്രീകൃഷ്ണ പരമാത്മാവിനെ ചൊല്ലി നമ്മൾ ഗീതാ മഹാത്മ്യം പറയുകയാണ്. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ഗീതാമാഹാത്മ്യം. അഥ എന്നാൽ ഇത് എന്നാണ്. എല്ലാം നമ്മൾ ഗീത തുടങ്ങുന്നതിന് മുമ്പ് അഥ എന്ന് പറഞ്ഞുകൊണ്ടേ തുടങ്ങാവൂ. ഇനി നമ്മൾ പോകെ നമ്മുടെ ഓരോ അധ്യായങ്ങളിലും നമ്മൾ അധ്യായത്തിന്റെ പേര് വെച്ചിട്ട് വേണം നമ്മൾ അഥ എന്ന് പറയാൻ. അപ്പൊ ഇന്ന് നമ്മൾ പറയണം അഥ ഇതാണ് ഗീതാ മഹാത്മ്യം. ഗീതാശാസ്ത്രമിതം പുണ്യം യപ്പടേ പ്രയത പുമാൻ വിഷ്ണോപദമവാപ്നോതി ഭയശോകാദിവർജിതഃ. ഗീതാശാസ്ത്രത്തിന്റെ പുണ്യം പറയാണ് കേട്ടോ. എന്താണ്? ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഈ ഗീത വിഷ്ണുവിന്റെ പരമപദത്തിലേക്ക് എത്താൻ, വിഷ്ണുപാദം പോകാൻ നമ്മളെ സഹായിക്കുന്ന ഇത്രയും വലിയൊരു ഗ്രന്ഥം നമ്മുടെ ഭയങ്ങളെ, നമ്മുടെ പേര് എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഇപ്പോഴത്തെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പണ്ടുള്ള നമ്മുടെയൊക്കെ ജനറേഷനിലുള്ള നമ്മുടെ ആ ഒരു ധൈര്യം ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇല്ല. എന്താ കാരണം എന്നറിയോ? നമ്മളെ അന്നത്തെ കാലഘട്ടത്തില് നമുക്ക് അതിന് പറഞ്ഞു തരാനായി കൂട്ടുകുടുംബ വ്യവസ്ഥതയിലെ അമ്മൂമ്മമാര്, അപ്പൂപ്പൻ, മുത്തശ്ശന്മാരുണ്ടായിരുന്നു. അവരുടെ അനുഭവ സമ്പത്ത് നമുക്ക് പകർന്നു തന്നിരുന്നു. ഇപ്പൊ എന്തായി? കൂട്ടുകുടുംബ വ്യവസ്ഥ പോയി അണുകുടുംബമായി. കുട്ടികൾ ചുരുങ്ങി, നാമജപം ഇല്ല, അമ്മമാര് അതിനുള്ള അമ്മയ്ക്ക് സമയമില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്? കുട്ടികളിൽ ഭയം വരികയാണ്, ശോകം വരികയാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ അതൊന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം ഇല്ല, അവർക്കത് സഹിക്കാനുള്ള കഴിവില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇങ്ങനെയുള്ള മതപഠനങ്ങൾ ഇല്ലാത്തതാണ് അതിന്റെ കാരണം. അപ്പൊ ഗീതാശാസ്ത്രത്തിന്റെ മഹാത്മ്യത്തിൽ പറയുന്നത് നമ്മുടെ ഭയം, പേടി
ശോകം, ദുഃഖം, നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോൾ അതെല്ലാം ഈ ഭയത്തിനെയും ശോകത്തിനെയും ഈ ഗീത നമുക്ക് വർജിച്ചു തരുമെന്നാ പറയുന്നത്. നമുക്ക് ആ പേടി ഉണ്ടാവില്ല. ഗീത ഉണ്ടല്ലോ എൻ്റെ കയ്യില്, ഭഗവാൻ ഉണ്ടല്ലോ എൻ്റെ കൂടെ എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാൽ ഇതിൽ പരം ഒരു ഭാഗ്യം നമുക്ക് എന്താണുള്ളത്? നാമജപം ചെല്ലാൻ എല്ലാവർക്കും നാമം ചൊല്ലാൻ പറ്റില്ല. ഈ നാമം ചൊല്ലാൻ നമ്മുടെ നാവ് വണങ്ങുന്നത് ഭഗവാന്റെ കാരുണ്യാണത്രേ. അപ്പൊ തന്നെ നമുക്ക് ഭഗവത് കാരുണ്യം ലഭിച്ചു എന്നാണ് പറയാ. നിങ്ങൾ പലരും പറയുന്നത് കേൾക്കാറുണ്ട്, ഇത്രയും കട്ടുകട്ടിയായ ഒന്നും എനിക്ക് ചൊല്ലാൻ അറിയില്ലല്ലോ ഭഗവാനെ, ഇവരെല്ലാം ചൊല്ലുന്നത് കേൾക്കുമ്പോ എങ്ങനെ നമുക്കിത് പറ്റും? നിങ്ങൾ അതൊന്നും ചൊല്ലണ്ട, ഭക്തിയാണ് നമുക്ക് വേണ്ടത്. ഭഗവത ക്ലാസ്സിൽ, ടീച്ചറുടെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭക്തി ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഭക്തിയാണ്. ഭക്തി വന്നാൽ ജ്ഞാനവും വൈരാഗ്യവും പിന്നീട് വരും. ഭക്തി ആദ്യം വന്നാൽ മതി. ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾ ഭഗവാന്റെ അക്ഷരാക്ഷരനാമമായ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ 108 വട്ടം ചൊല്ലി നിങ്ങൾ തുടങ്ങിയാൽ മതി. ഇനിയും തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നത്. അപ്പൊ ഗീതാ മഹാത്മ്യത്തിൽ ആദ്യം പറയുന്നത് എന്താണ്? ഈ ഗീത പഠിക്കുകയാണെങ്കിൽ ഗീതാശാസ്ത്രം നമ്മുടെ വിഷ്ണുപാദം പോകാനും, അതുകൂടാതെ നമ്മുടെ ഭയം, അതായത് പേടി, വിഷമം, ശോകം ഉണ്ടെങ്കിൽ അതൊക്കെ നിവർത്തിച്ചു തരുന്ന അത്രയും പുണ്യം നിറഞ്ഞ ഈ ഗീത നമ്മൾ വായിക്കണം. ഗീതാധ്യായനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മ കൃതാനി ച. എന്താ പറയുന്നത്? ഗീതാധ്യാനം നമ്മൾ ശീലമാക്കിയാൽ, നമ്മൾ പറയില്ലേ യോഗാഭ്യാസം നമ്മൾ ചെയ്യണം, അതുപോലെ ഗീതാധ്യാനം നമ്മൾ എന്നും നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കിയാൽ പ്രാണായാമത്തിന് തുല്യമാണത്രേ. പ്രാണായാമം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ? എന്താ പ്രാണായാമം? യോഗ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? ശ്വാസം നിർത്തിപ്പിടിച്ച് പരമാവധി നമ്മുടെ പിടിച്ച് നമ്മൾ മനസ്സിൽ 1, 2, 3 നമ്മളാക്കി ആ ശ്വാസം താഴത്തേക്ക് വീഴുന്ന അങ്ങനെയുള്ളതാണ് പ്രാണായാമം. ആ പ്രാണായാമം എത്രമാത്രം നമ്മുടെ ശരീരത്തിന് ഉതകുന്നതാണോ അത്രയും പ്രാധാന്യമാണ് അത്ര ഗീതയ്ക്ക്. ഗീതാധ്യാനം ശീലമാക്കിയ അതാണ് ഗീതാധ്യായന ശീലസ്യ പ്രാണായാമ പരസ്യ ച. പിന്നെന്താ പറയുന്നത്? നൈവ സന്ധിഹി പാപാനി പൂർവജന്മ കൃതാനി ച. നമ്മുടെ പൂർവജന്മത്തിലുള്ള പാപം നമ്മൾ പറയില്ലേ, ഈ ജന്മത്തിൽ ഒന്നും അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ ഭഗവാനെ, പിന്നെ എന്താ ഞാൻ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കണേ? നമ്മുടെ ഈ ജന്മത്തിലുള്ള പാപങ്ങളല്ല, പൂർവജന്മകൃതമായ പാപങ്ങളാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. ആ പൂർവജന്മ പാപങ്ങളെ വരെ ഇല്ലാതാക്കാൻ ഈ ഗീതാധ്യാനം കൊണ്ട് സാധിക്കുമെന്നാണ് ഈ വരിയുടെ അർത്ഥം. അടുത്തത് മലനിർമോചനം പുംസാ ജലസ്നാനം ദിനേ ദിനേ സകൃദ്ഗീതാംപസി സ്നാനം സംസാരാമലനാശനം. മലനിർമോചനം, മലം എന്താണ്? നമ്മൾക്ക് കടങ്ങളില്ലാതിരിക്കാം. പുംസം ജലസ്നാനം, അതുപോലെ എന്താണ്? നമ്മള് എത്രയോ പുണ്യ നദികളിൽ കുളിക്കുന്ന ഗംഗാനദിയിലൊക്കെ പോയി നമ്മൾ പറയില്ലേ, ഗംഗാനദിയിൽ മുങ്ങി തോർന്നാൽ നമ്മുടെ പാപങ്ങൾ പോവും. ആ പാപം പോവാൻ ജലസ്നാനത്തിന് തുല്യമാണത്രേ ഈ ഗീത. അതുപോലെ സകൃദ്ഗീതാംപസി സ്നാനം, അതേപോലെ ഈ ഗീത നമ്മളെ ഗീത അഭ്യസിപ്പിക്കുമ്പോ നമ്മുടെ സംസാരം, നമ്മുടെ ഈ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും മാറാൻ പറ്റിയ ഏറ്റവും വലിയ ഉപാധിയാണത്രേ ഈ ഭഗവത്ഗീതാ പഠനം, പാരായണം. ഗീതാസു ഗീത കർത്തവ്യ കിമന്നൈ ശാസ്ത്ര വിസ്താരൈ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാധിനിസൃത. ഗീത നമ്മൾ ഇങ്ങനെ ചൊല്ലാൻ പറ്റുക നമുക്ക് എല്ലാവർക്കും. ഇപ്പോ ഒന്നും അറിയാത്തവർ ഗീത കയ്യിലെടുത്തിട്ട് ഈ ഗീതയുടെ 2 വരി ആദ്യത്തെ അധ്യാനം ഉണ്ടല്ലോ, ആ പാർത്ഥായ പ്രതിബോധിതം, അതൊന്ന് ചൊല്ലാൻ പറ്റിയാൽ തന്നെ നമുക്ക് എന്തായിന്നാ പറയുന്ന എല്ലാ ശാസ്ത്രം നമ്മളെ മനസ്സിലേക്ക് കടന്നു വരും. അത് പഠിക്കാനുള്ള ഒരു ഉപാധി ഭഗവാൻ നമുക്ക് കൊണ്ടുവന്ന് തരും എന്നാണ് പറയുന്നത്. അത് പത്മനാഭൻ, അതായത് മഹാവിഷ്ണുവിന്റെ ആ മുഖത്തിൽ നിന്ന് നമുക്ക് ആ ഒരു അനുഗ്രഹം പത്മനാഭനാൽ നമുക്ക് തരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭാരതാമൃത സർവസ്വം വിഷ്ണോർവക്രാധിനിസൃതം ഗീതാഗംകോതകം പീത്വാ പുനർജന്മന വിദ്യതേ. നമുക്കറിയാം, നമ്മൾ ഓരോരോ ജന്മങ്ങളിൽ കൂടിയാണ് നമ്മൾ ഈ മനുഷ്യജന്മം ഈ കലികാലത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളെ ഈ കലികാലത്തിലെ ഏറ്റവും നല്ല മഹത്തായ ഒരു ജന്മമാണത്രേ മനുഷ്യജന്മം. ഈ മനുഷ്യജന്മത്തിന് വിലയില്ലാതെ മനുഷ്യർ നമ്മുടെ ഈ ഗീത ധ്യാനിക്കാതെയും നാമം ജപിക്കാതെയും ഈ കലികാലം കടന്നു പോവരുത്. അങ്ങനെ ആവുമ്പോൾ എന്താണ്, നമ്മൾക്ക് ഇനിയും ജന്മങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുത്രേ. അപ്പൊ ഈ ജന്മങ്ങള് ചിലപ്പോൾ പുഴുവായിരിക്കും, പാറ്റയായിരിക്കും, എന്താണ് പാമ്പായിരിക്കും, പക്ഷിയായിരിക്കും,
ചെടികളായിരിക്കും എന്നും ആവാതെ ഇനിയൊരു ജന്മമില്ലാതെ ഭഗവാന്റെ ആ പാദത്തിലേക്ക് പോകാൻ ഈ ഗീതാധ്യാനം കൊണ്ട് സാധിക്കൂത്രേ. ഇനിയൊരു ജന്മം നമുക്ക് വേണ്ട. ഈ മനുഷ്യ ജന്മത്തിലൂടെ ഭഗവാന്റെ ഗീതയായാലും നാമങ്ങളായാലും ചൊല്ലിയിട്ട് നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ ഇനിയൊരു ജന്മം കൂടി ഇല്ലാതെ, പുനർജന്മം സാധിപ്പിക്കാതെ നമ്മളെ സഹായിക്കാൻ ഈ ഗീതയ്ക്ക് സാധിക്കും. ഈ ഭഗവത്ഗീത മാതാവ് നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഞാൻ മുൻപിട്ട ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഈ ഗീതാ മഹാത്മ്യത്തിൽ അത് വീണ്ടും വരികയാണ്. ഗീതയെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? ഒരു ഗോമാതാവിനോട് തുല്യമായിട്ട്, ഗോമാതാവിൽ നിന്ന് കിറക്കുന്ന പാലിനോട് തുല്യമായിട്ട് ഗീതയിലെ ധ്യാനങ്ങളെ നമ്മൾ കണക്കാക്കണം എന്നാണ് ഈ പറയുന്ന ആ ഗീതാമൃതം, ആ ദുഗ്ധം, ആ കറന്നെടുക്കണം. നമ്മൾ കറന്നെടുക്കുക പറഞ്ഞാൽ ഈ ഗീത വായിച്ച് 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 നമ്മളിൽ പാപങ്ങളെല്ലാം കളഞ്ഞ് ഭഗവാനിലേക്ക് അടുക്കാൻ ഒരു പുനർജന്മം സാധ്യമാകാതെ ഈ ഗീത നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അവസാനത്തെ 4 വരിയോടുകൂടി ഇന്നത്തെ ഗീതാ മഹാത്മ്യം നമുക്ക് അവസാനിപ്പിക്കാം. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീത ഏകോ ദേവാ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപീകം തസ്യ ദേവസ്യ സേവ. ഏകോ പുത്ര, ഏകശാസ്ത്രം, അതായത് ദേവകിക്ക് ഉണ്ടായ പുത്രന്മാരിലെ ഏകനായ ഭഗവാൻ മാത്രമാണ് ഗീതാശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ് പറയുന്നത്. ദേവകീപുത്രനായ എല്ലാ മന്ത്രങ്ങളുടെയും, ഏകോ മന്ത്രസ്യ നാമാണി, എല്ലാ മന്ത്രങ്ങളിലെയും ഭഗവാൻ ആരാണ്? കർമ്മങ്ങളുടെ എല്ലാ കർമ്മങ്ങളുടെയും തസ്യ ദേവനായി ഭഗവാനെ ഞാനിതാ എന്റെ ശ്രീകൃഷ്ണ പരമാത്മാവേ, അങ്ങയുടെ കാരുണ്യം എന്നിലൂടെയും ഗീതയിലൂടെയും എന്നിലേക്ക് വരണമേ എന്ന് ഭഗവാനെ നമ്മൾ ഒന്നും കൂടി പ്രാർത്ഥിച്ച് ഗീതാധ്യാനത്തിലൂടെ, നമ്മൾ ഗീതാ മഹാത്മ്യത്തിലൂടെ നമ്മൾ പറയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഗീതാ മഹാത്മ്യം പഠിക്കണം. എന്തിനാണ് നമ്മൾ ഗീത വായിക്കുന്നത് എന്നുള്ളതിനുള്ള ഒരു സംഗ്രഹമാണ് നമ്മളിത് പറഞ്ഞത്. അടുത്ത എപ്പിസോഡിൽ കാണാം.